എല്ലാ വിദ്യാർത്ഥിനികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. SLC+1+2 പബ്ലിക് എക്സാം വാല്യുവേഷൻ ക്യാമ്പിൽ നിന്നും വിദ്യാർത്ഥികൾക്ക് സന്തോഷം നൽകുന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ഈ വർഷം വിജയശതമാനം കൂടും, റിസൾട്ട് ഉടൻ പ്രസിദ്ധീകരിക്കും. ഹൗ ടു ചെക്ക് SLC+1+2 പബ്ലിക് എക്സാം റിസൾട്ട് 2024-25 റിസൾട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യുക എന്നതിനുള്ള വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് പോകും മുമ്പായിട്ട് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥിനികൾ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് നോട്ടിഫിക്കേഷൻ ബെല്ലേക്കുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട്, തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രാധാന്യം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. SLC+1+2 പബ്ലിക് എക്സാം 2025 വാല്യുവേഷൻ ക്യാമ്പിൽ നിന്നും വിദ്യാർത്ഥിനികൾക്ക് വളരെയധികം സന്തോഷം നൽകുന്ന വാർത്തയൊക്കെയാണ് പുറത്തു വരുന്നത്. അതായത് പേപ്പർ വാല്യുവേഷൻ 2 ദിവസങ്ങൾ പിന്നിടുമ്പോൾ SLC വാല്യുവേഷൻ ക്യാമ്പിൽ നിന്നും വളരെ മികച്ച ഒരു പ്രതികരണമാണ് അധ്യാപകരിൽ നിന്നും ലഭിക്കുന്നത്. വിദ്യാർത്ഥികൾ നല്ല രീതിയിൽ തന്നെ ആൻസറുകൾ അറ്റൻഡ് ചെയ്തിരുന്നത്. നോക്കിയ പേപ്പറുകളിലൊക്കെ അതിപ്പോൾ 2 ദിവസം കൊണ്ട് നോക്കിയ പേപ്പറുകളുടെ അടിസ്ഥാനത്തിലാണ് അധ്യാപകരിൽ നിന്നും ഈ ഒരു അറിയിപ്പ് പുറത്തുവരുന്നത്. അതത് ഈ വർഷം A+കളായാലും എണ്ണമൊക്കെ കൂടാൻ നല്ല രീതിയിൽ സാധ്യതയുണ്ട്. അതായത് വിദ്യാർത്ഥിനികളുടെ പേപ്പറുകൾ നോക്കുമ്പോൾ നല്ല രീതിയിലുള്ള റിസൾട്ടാണ് കിട്ടുന്നത്. കൂടുതൽ വിദ്യാർത്ഥികൾക്ക് ഈ വർഷം A+ ലഭിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് അധ്യാപകർ വ്യക്തമാക്കുന്നത്. അതുപോലെ തന്നെ ഈ വർഷം വിജയശതമാനവും കഴിഞ്ഞ വർഷത്തിന് ബേസ് ചെയ്ത് നോക്കുമ്പോൾ വിജയശതമാനത്തിലും ഈ വർഷം വർധനവ് ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് വളരെയധികം വ്യക്തമാകുന്ന കാര്യം. ഇത് ഈ ഏറ്റവും കൂടുതൽ നോക്കിയ പേപ്പറുകളിലെ എല്ലാ വിദ്യാർത്ഥികൾ തന്നെ നല്ല മാർക്കോട് കൂടി തന്നെ വിജയിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ വർഷം നല്ല രീതിയിൽ തന്നെ വിജയശതമാനം കൂടുതൽ ഉണ്ടാകും എന്ന് തന്നെയാണ് അധ്യാപകർ പ്രതീക്ഷിക്കുന്നത്. അവർ പങ്കുവെക്കുന്നതും അങ്ങനെ തന്നെയാണ്. റിസൾട്ട് ഉടൻ പ്രസിദ്ധീകരിക്കും. ഇപ്പോൾ 2 ഘട്ടങ്ങളിലായിട്ടാണ് വാല്യുവേഷൻ നടക്കുന്നത്. ഏപ്രിൽ 3-ാം തീയതി മുതൽ 11-ാം തീയതി മുതലും അതുപോലെ തന്നെ ഏപ്രിൽ 12-ാം തീയതി മുതൽ 26-ാം തീയതി വരെയും എന്നിങ്ങനെ 2 ഘട്ടങ്ങളിലായിട്ടാണ് SLC പരീക്ഷ വാല്യുവേഷൻ നടക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ 2 ഘട്ട വാല്യുവേഷന് ശേഷം മെയ് ആദ്യ ആഴ്ചയിൽ തന്നെ മെയ് ഫസ്റ്റ് വീക്ക് തന്നെ നിങ്ങളുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുമെന്ന് തന്നെയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് വ്യക്തമാക്കിയത്. ആ 2 ഘട്ട രീതിയിലാണ് വാല്യുവേഷൻ നടക്കുന്നത്. ഏപ്രിൽ 3 മുതൽ 11-ാം തീയതി വരെയും അതുപോലെ തന്നെ ഏപ്രിൽ 12 മുതൽ 26-ാം തീയതി വരെയുമാണ് 2 ഘട്ട വാല്യുവേഷനായിട്ട് നിങ്ങളുടെ വാല്യുവേഷൻ നടക്കുന്നത്. ഏപ്രിൽ 3 മുതൽ 11 വരെയും അതുപോലെ തന്നെ ഏപ്രിൽ 12 മുതൽ 26 വരെയുമാണ് 2-ാം ഘട്ട വാല്യുവേഷനും ഷെഡ്യൂൾ ചെയ്ത് ചെയ്യുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നല്ലൊരു രീതിയിലുള്ള പ്രതികരണമാണ് അധ്യാപകർ നൽകുന്നത്. A+കളുടെ എണ്ണം കൂടാൻ സാധ്യതയുണ്ട്, വിജയശതമാനം കൂടാൻ സാധ്യതയുണ്ടെന്നൊക്കെയാണ് അധ്യാപകരിൽ നിന്ന് നല്ല പ്രതികരണം ലഭിക്കുന്നത്. എന്തായാലും വിദ്യാർത്ഥികൾക്കും ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ വിദ്യാർത്ഥിനികൾക്ക് നല്ല തരത്തിലുള്ള ആശ്വാസവും സന്തോഷവും ഒക്കെ ആയിരിക്കും ലഭിക്കുന്നത്. എന്തായാലും നമുക്ക് റിസൾട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യാൻ സാധിക്കുക? SLC പരീക്ഷാഫലം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ കുറേ വെബ്സൈറ്റുകളിലൊക്കെ പ്രസിദ്ധീകരിക്കും. അതൊക്കെ നമ്മൾ വിദ്യാർത്ഥികളിലേക്ക് ഈ വെബ്സൈറ്റുകൾ ഏതൊക്കെയാണ് അത് നമ്മൾ കൂടുതൽ വെബ്സൈറ്റുകൾ നമ്മൾ പരീക്ഷാ സമയമാകുമ്പോൾ റിസൾട്ടിൻ്റെ സമയമാകുമ്പോൾ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കും. ഇപ്പോൾ SLC പരീക്ഷാഫലം വരുന്ന ഒരു വെബ്സൈറ്റ് പറഞ്ഞാൽ kite.kerala.gov.in kite.kerala.gov.in എന്ന വെബ്സൈറ്റിൽ നിങ്ങൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് SLC പബ്ലിക് എക്സാം റിസൾട്ട് 2025 എന്ന ലിങ്ക് കാണും. ഇപ്പോൾ ആ ലിങ്കൊന്നും അവിടെ ഇല്ല. റിസൾട്ട് പ്രസിദ്ധീകരിച്ച ശേഷം എന്ത് ചെയ്യും, ഒരു പുതിയ ലിങ്ക് അതിൽ വരും. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് SLC പബ്ലിക് എക്സാം 2025 എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ നൽകുവാനുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ ലഭ്യമാകും. അതുപോലെ തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നൽകാനുള്ള ഒരു വിൻഡോ നിങ്ങൾക്ക് അവിടെ ലഭ്യമാകും. ഈ രജിസ്ട്രേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും നൽകി നിങ്ങൾ സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ SLC പരീക്ഷാഫലം പുറത്തു കിട്ടും. അതുപോലെ തന്നെ iExamsൻ്റെ വെബ്സൈറ്റ് ഉണ്ട്. ഗൂഗിളിൽ കയറി iExams എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ iExamsൻ്റെ പേജിലേക്ക് പോകും. parikshabavan.kerala.gov.in പരീക്ഷാഭവൻ്റെ വെബ്സൈറ്റിലും വരും. ഓക്കെ, ഇപ്പോൾ SLCയുടെ കാര്യം നമ്മൾ ഏതാണ്ട് പറഞ്ഞു. ഇനി നമ്മൾ +2ൻ്റെ കാര്യം എടുക്കുകയാണ്. ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ SLC പരീക്ഷാഫലം വന്നതിന് ശേഷം +2 പരീക്ഷാഫലം വരും. അതിനുശേഷമാണ് +1 പരീക്ഷാഫലം വരിക. നമുക്ക് +2ൻ്റെ കാര്യം ചർച്ച ചെയ്യാം. +2ൻ്റെ കേസ് എടുക്കുകയാണെങ്കിലും വാല്യുവേഷൻ ക്യാമ്പിൽ നിന്നും നല്ല രീതിയിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. നോക്കിയ പേപ്പറുകളിൽ നിന്നൊക്കെ വിദ്യാർത്ഥികൾ അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ട്. എന്നാൽ +2-ൽ വിജയശതമാനം കഴിഞ്ഞ വർഷം എത്രയാണ് 85-നും 90-നും അത്രയും കണ്ട് അടുത്തായിരുന്നു.
അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ വർഷവും അതുപോലെ തന്നെ വിജയശതമാനം ഉണ്ടാകും. +2 ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ SLC പോലെ ഒരിക്കലും +2വിൽ 99 വിജയശതമാനം ഉണ്ടാവില്ല. കാരണം SLCയുടെ ഏറ്റവും വലിയ ഇതെന്ന് പറയുന്നതാണ് CE മാർക്ക് ഒരു വിദ്യാർത്ഥിയെ ജയിക്കാൻ സഹായിക്കും. എന്നാൽ +2വിൽ വിദ്യാർത്ഥികളെ CE മാർക്ക് എന്ത് ചെയ്യാൻ സഹായിക്കില്ല, പാസ്സാകാൻ CE മാർക്ക് ഹെൽപ്പ് ചെയ്യില്ല. ജയിക്കാനുള്ള മാർക്ക് വിദ്യാർത്ഥികൾ എഴുതി തന്നെ വാങ്ങണം. അതുകൊണ്ട് തന്നെയാണ് SLCയിൽ തോൽവി കൂടുന്നതും, SLC അല്ല, +2വിൽ കൂടുതൽ തോൽവി ഉണ്ടാവുകയും ചെയ്യുന്നത്. റിസൾട്ടിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ മെയ് ആദ്യ ആഴ്ചയിൽ SLC പരീക്ഷാഫലവും അതുപോലെ തന്നെ മെയ് 2ാം ആഴ്ചയിൽ +2 പരീക്ഷാഫലം. അങ്ങനെയെങ്കിൽ ഒരു മെയ് 14നും പറയുകയാണെങ്കിൽ ഒരു മെയ് 14 ഓർ 15 തീയതിക്കുള്ളിൽ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ +2 പരീക്ഷാഫലം ലഭ്യമാകുന്നതായിരിക്കും. ഒരു 14-15 തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ +2 റിസൾട്ടും നിങ്ങൾക്ക് വെബ്സൈറ്റിൽ ലഭ്യമാകും. റിസൾട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യുക നോക്കാം. +2 പരീക്ഷാഫലവും നിരവധി വെബ്സൈറ്റുകളിൽ വരും. ഒരു വെബ്സൈറ്റാണ് kerala-results.nic.in. kerala-results.nic.in. kerala-results.nic.in എന്ന വെബ്സൈറ്റിൽ വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് ലഭ്യമാണ്. kerala-results.nic.in എന്ന വെബ്സൈറ്റിൽ വിദ്യാർത്ഥികൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ DHSC സെക്കൻഡ് ഇയർ റിസൾട്ട് 2025 DHSC സെക്കൻഡ് ഇയർ റിസൾട്ട് 2025 എന്ന ലിങ്ക് നിങ്ങൾക്ക് അവിടെ ലഭ്യമാണ്. ഇപ്പോൾ ആ ലിങ്ക് അവിടെ ഇല്ല. റിസൾട്ട് വന്നതിന് ശേഷം മാത്രമേ ലിങ്ക് അവിടെ ആക്റ്റീവ് ആവുകയുള്ളൂ. അപ്പോൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്ത് നൽകാനുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ ലഭ്യമാണ്. രജിസ്ട്രേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്ത് നൽകാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ലഭ്യമാണ്. അപ്പോൾ അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്ത് നൽകി കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ റിസൾട്ട് ലഭ്യമാകുന്നതായിരിക്കും. അപ്പോൾ kerala-results.nic.in വെബ്സൈറ്റിൽ പ്രവേശിക്കുന്ന ശേഷം DHSC സെക്കൻഡ് ഇയർ റിസൾട്ട് അല്ലെങ്കിൽ DHSC സെക്കൻഡ് ഇയർ ഹയർ സെക്കൻഡറി റിസൾട്ട് എന്ന് കാണും. അതിൽ 2025 എന്ന ലിങ്ക് അവിടെ വന്നിട്ടുണ്ടാവും. ഇപ്പോൾ അവിടെ കയറി നോക്കിയാൽ നിങ്ങൾക്ക് 2024 കഴിഞ്ഞ വർഷത്തെ ലിങ്ക് കാണും. ഈ വർഷത്തെ ലിങ്ക് അവിടെ ആക്റ്റീവ് ആയിട്ടില്ല. അത് റിസൾട്ട് പ്രസിദ്ധീകരിച്ച ശേഷം മാത്രമായിരിക്കും വരിക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്ത് നൽകി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് ലഭ്യമാകുന്നതായിരിക്കും. ഇനി +1ൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ +1 വാല്യുവേഷൻ ക്യാമ്പിൽ നിന്നും നല്ല രീതിയിലുള്ള പ്രതികരണമാണ് വരുന്നത്. അത്യാവശ്യം എഴുതിയിട്ടുണ്ട്. എന്നാൽ +1ൽ വിജയശതമാനത്തിൻ്റെ കാര്യം കൂടുതൽ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല, എക്സ്പെക്ട് ചെയ്യുന്നില്ല. കാരണം +1ൻ്റെ അവസ്ഥയും അത് തന്നെ. SLC പരീക്ഷയിൽ നിങ്ങളെ CE മാർക്ക് നിങ്ങളെ ജയിക്കാൻ സഹായിക്കുമെങ്കിൽ +1ലും +2ലും നിങ്ങളെ CE മാർക്ക് നിങ്ങളെ ജയിക്കാൻ സഹായിക്കില്ല. നിങ്ങൾക്ക് വേണ്ട മാർക്ക്, നിങ്ങൾക്ക് പാസ്സാകാൻ വേണ്ട മാർക്ക് ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനി സ്വയമേ തന്നെ എഴുതിയെടുക്കേണ്ടതായ ഒരു പ്രൊസീജിയർ ഉണ്ട്. അതുകൊണ്ട് തന്നെ വിജയശതമാനം എത്രത്തോളം കൂടുമെന്നുള്ളത്, എന്നാലും എപ്പോഴും SLCക്ക് 85%, SLC അല്ല, +2ൽ 85%, +1ൽ 85% വിജയം വരാറുണ്ട്. പക്ഷേ +1ൽ ഒരിക്കലും വിജയശതമാനം പറയാറില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ +1ഉം +2ഉം കൂടെ ചേരുമ്പോഴാണ് ഒരു കുട്ടിയുടെ വിജയശതമാനം നിർണ്ണയിക്കപ്പെടുന്നത്. ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ +1 പരീക്ഷാഫലം വന്നപ്പോൾ എൻ്റെ +1 പരീക്ഷാഫലത്തിൽ എനിക്ക് 85% മാർക്ക് ഉണ്ടായിരുന്നു +1ൽ മാത്രം. അത് +2ഉം കൂടി വന്നപ്പം 77. എൻ്റെ +2ൻ്റെ വിജയശതമാനം എന്ന് പറഞ്ഞാൽ 77ആണ്. അപ്പം എൻ്റെ ഒരു വിദ്യാർത്ഥിയുടെ വിജയശതമാനം എത്രയാണെന്ന് എന്ത് ചെയ്യില്ല, +1ൽ അളക്കപ്പെടില്ല. കാരണം എന്താണ്, +1ൽ ഒരു വിദ്യാർത്ഥിയുടെ ഞാൻ +1ൽ 600, ഞാനിപ്പോൾ പറയാം, +1ൽ 600, അതുപോലെ തന്നെ +1ൽ 600ഉം അതുപോലെ തന്നെ +2ൽ 600ഉം ടോട്ടലി 1200 മാർക്കാണ് ഒരു വിദ്യാർത്ഥി സ്കോർ ചെയ്യേണ്ടത്. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ആ മാർക്ക് അളക്കപ്പെടുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 1200ൽ +2ൻ്റെ റിസൾട്ടും കൂടെ വന്നു കഴിയുമ്പോൾ ഈ 1200 എന്ന വലിയ സംഖ്യയിൽ നിന്നും എത്ര മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്തു, ഈ 1200 എന്ന ഈ സംഖ്യയിൽ നിന്നും നിങ്ങൾ എത്രയാണ് സ്കോർ ചെയ്തതെന്ന് +2ൽ മാത്രമാണ് അളക്കപ്പെടുക. അതിന് നിങ്ങളുടെ പേഴ്സൻറ്റേജ് നിർണ്ണയിക്കാൻ വേണ്ടി ഈ +1ൽ 600ഉം +2ൽ 600ഉം. ഇപ്പോൾ എൻ്റെ മാർക്ക് എന്ന് പറയുന്നത് 924 മാർക്കായിരുന്നു. എനിക്ക് +2ൽ 1200ൽ 924 മാർക്ക് ഞാൻ സ്കോർ ചെയ്തു. അപ്പോൾ അതുപോലെ തന്നെ അതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മാർക്ക് ഞാൻ 924ആണ്. 1200ൽ 924 മാർക്കാണ് ഞാൻ സ്കോർ ചെയ്തത്. അപ്പോൾ ഇത് പറഞ്ഞ പോലെ നിങ്ങളുടെ മാർക്കും +2ലാണ് അളക്കപ്പെടുക. അത് ഈ 1200 എന്ന വലിയ സംഖ്യയിൽ നിങ്ങളെത്ര സ്കോർ ചെയ്തു, ഈ 1200 എന്ന സംഖ്യയിൽ നീ എത്ര മാർക്ക്, ഈ 1200 എന്ന വലിയ സംഖ്യയിൽ നിന്നും നിങ്ങൾ എത്ര മാർക്ക് സ്കോർ ചെയ്തു എന്നാണ് +2ലാണ് അളക്കപ്പെടുക. അതുകൊണ്ട് തന്നെ +1ൽ ഒരു വിജയശതമാനം എന്ന സംവിധാനം എന്തില്ല,
ഇല്ല. പ്ലസ് വണ്ണിൽ വിജയ ശതമാനം ഇല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ പെർസെൻറ്റേജ് വേണമെങ്കിൽ സ്വന്തമായി കാൽക്കുലേറ്റ് ചെയ്യാം. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ എൻ്റെ പ്ലസ് വണ്ണിൽ 85 അതുപോലെ തന്നെ ഇപ്പം എനിക്കൊന്ന് അറിയാൻ ആഗ്രഹത്തോടെ ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് എടുത്തതാണ്. അപ്പം പ്ലസ് വണ്ണിൽ റൂൾസ് അനുസരിച്ച് വിജയ ശതമാനം ഇല്ല. എന്നാൽ പോലും ഒരു വിജയ ശതമാനം പറയില്ല. ഇപ്പം നമ്മൾ എല്ലാ വർഷവും നോക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ SLCക്ക് വിജയ ശതമാനം SLC റിസൾട്ട് പ്രസിദ്ധീകരിക്കുമ്പോൾ വിദ്യാഭ്യാസ മന്ത്രി പറയും 99 പോയിൻറ്റ് ഇത്ര വിജയ ശതമാനമുണ്ട്. പ്ലസ് ടുവിന് പറയും 85, 87, 88 എന്നൊക്കെ പറയും. പക്ഷേ പ്ലസ് വൺ റിസൾട്ട് പ്രസിദ്ധീകരിക്കുമ്പോൾ ഒരു ഔദ്യോഗിക വിജയ ശതമാനം പറയാറില്ല. കാരണം പ്ലസ് ടുവിൻ്റെയും കൂടി റിസൾട്ടിനെ ബേസ് ചെയ്തിട്ടാണ് ഒരു വിദ്യാർത്ഥിയുടെ വിജയ ശതമാനം ഡിക്ലെയർ ചെയ്യുന്നത്. പ്ലസ് ടുവിൻ്റെയും കൂടി റിസൾട്ട് പബ്ലിഷ് ചെയ്തതിന് ശേഷം. ഇനി പ്ലസ് വണ്ണിൻ്റെ റിസൾട്ട് എപ്പോഴായിരിക്കും? സാധാരണ എല്ലാ വർഷങ്ങളിലും പ്ലസ് വൺ പരീക്ഷാഫലം ജൂൺ ഓർ ജൂലൈയിലാണ് പ്രസിദ്ധീകരിക്കുന്നത്. ജൂൺ ഓർ ജൂലൈ മാസത്തിലാണ് എല്ലാ വർഷങ്ങളിലും പ്ലസ് വൺ പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ വർഷം മാത്രം, ചരിത്രത്തിൽ ആദ്യമായി കഴിഞ്ഞ വർഷം മാത്രം മെയ് മാസം 28-ാം തീയതി എന്ത് ചെയ്തു? ചരിത്രത്തിൽ ആദ്യമായി കഴിഞ്ഞ വർഷം മാത്രം മെയ് മാസം 28-ാം തീയതി എന്ത് ചെയ്തു? പ്ലസ് വൺ പരീക്ഷാഫലം വിദ്യാഭ്യാസ വകുപ്പ് പുറത്തുവിട്ടു. വിദ്യാഭ്യാസ വകുപ്പിൻ്റെ വിഭാഗമായ ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റ് പുറത്തുവിട്ടു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ വർഷം ഒരു മെയ്യോട് കൂടി തന്നെ വരാൻ സാധ്യതയുണ്ട്. സാധാരണ നിങ്ങൾക്ക് ഇപ്പം ഞാൻ തള്ളി മറിക്കുന്നൊന്നുമല്ല, കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ കമൻറ്റൊക്കെ വരും, തള്ളി മതിയായില്ലേ സാറേ എന്നൊക്കെ ചോദിച്ചു. അപ്പം എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ വേണമെങ്കിൽ വെബ്സൈറ്റുകളിലൊക്കെ കയറി നോക്കി. ഇപ്പോൾ SLC പ്ലസ് വൺ പരീക്ഷാഫലം വരുന്ന വെബ്സൈറ്റ് എന്ന് പറയണമെങ്കിൽ kerala-results.nic.in ആണ്. kerala-results.nic.in എന്ന വെബ്സൈറ്റാണ്. അതിൽ നിങ്ങൾ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നൊരു കാര്യമെന്ന് പറയുന്നത്, പ്ലസ് വൺ പരീക്ഷാഫലം കഴിഞ്ഞ വർഷം മാത്രമാണ് മെയ് മാസം 28-ാം തീയതി വന്നത്. ഇപ്പം ഞാനൊക്കെ ഞാനിപ്പം പ്ലസ് വണ്ണിൽ കയറുന്നത് 2022-ലാണ്. എൻ്റെ പ്ലസ് വണ്ണിൻ്റെ റിസൾട്ട് വരുന്നത് 2023-ലാണ്. 2023 ജൂലൈ 14-നാണ്. ജൂലൈ 14-നാണ് പ്ലസ് വണ്ണിൻ്റെ പരീക്ഷാഫലം DHSE ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റ് ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ജൂലൈ 14-നാണ് എൻ്റെ പ്ലസ് വൺ പരീക്ഷാഫലം പുറത്തു വരുന്നത്. എൻ്റെ മാത്രമല്ല, അന്ന് കേരളത്തിൽ പ്ലസ് വൺ എഴുതിയ എല്ലാ ബാച്ചിൻ്റെ റിസൾട്ട് പുറത്തു വരുന്നത്. അപ്പോൾ ഏത് വർഷത്തെ റിസൾട്ട് എടുത്ത് നോക്കിയാലും ഒരു ജൂൺ ജൂലൈ തന്നെയാണ്. എന്നാൽ കഴിഞ്ഞ വർഷത്തെ റിസൾട്ട് മെയ് 28-നാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുറത്തുവിട്ടത്. അപ്പോൾ റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാം? പ്ലസ് വൺ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ SLC പരീക്ഷാഫലവും പ്ലസ് ടു പരീക്ഷാഫലവും നിരവധി വെബ്സൈറ്റുകളിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പബ്ലിഷ് ചെയ്യും. നിരവധി വെബ്സൈറ്റുകളിൽ ഒരു 5-6 വെബ്സൈറ്റുകളിൽ SLC പരീക്ഷാഫലവും പ്ലസ് ടു പരീക്ഷാഫലവും പുറത്തുവിടും. എന്നാൽ പ്ലസ് വൺ പരീക്ഷാഫലം ഒറ്റ വെബ്സൈറ്റിൽ മാത്രമേ വരുള്ളൂ. അതാണ് kerala-results.nic.in. kerala-results.nic.in എന്ന ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റിൻ്റെ ഒറ്റ വെബ്സൈറ്റിൽ മാത്രമാണ് പ്ലസ് വൺ പരീക്ഷാഫലം പുറത്തുവിടുക. ഈ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് DHSE ഫസ്റ്റ് ഇയർ റിസൾട്ട് എന്ന് കാണാൻ സാധിക്കും. DHSE ഫസ്റ്റ് ഇയർ റിസൾട്ട് 2025 എന്ന ലിങ്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ആ ലിങ്ക് ഇവിടെ ഇല്ല. റിസൾട്ട് വന്നതിന് ശേഷം മാത്രമേ ലിങ്ക് ആക്റ്റീവ് ആവുകയുള്ളൂ. ഇപ്പോൾ നിങ്ങൾ കയറി നോക്കി കഴിഞ്ഞാൽ DHSE ഫസ്റ്റ് ഇയർ റിസൾട്ട് 2024 കഴിഞ്ഞ വർഷത്തെ കാണാൻ സാധിക്കും. അപ്പോൾ ആ റിസൾട്ടിൻ്റെ ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നിങ്ങളുടെ ഇപ്പോൾ 2024 ലിങ്ക് വേണം നിങ്ങൾ എടുത്ത് ക്ലിക്ക് ചെയ്ത് നോക്കിയോ. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്ത് നൽകാനാണ് ഓപ്ഷൻ വരുന്നത്. അതിൽ രജിസ്ട്രേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്ത് നൽകി സബ്മിറ്റ് ചെയ്യുമ്പോൾ റിസൾട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് 2025 റിസൾട്ട് വന്നു കഴിയുമ്പോൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴും അതേപോലൊരു പേജാണ് ഓപ്പണായി വരുന്നത്. നിങ്ങളതിൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്ത് നൽകി സബ്മിറ്റ് കൂടി ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് ലഭ്യമാകുന്നത്. എന്തായാലും വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുമുള്ള മറുപടി എന്ന് ചെയ്യുന്നു. എന്തായാലും ഇതുമായി റിലേറ്റ് ചെയ്യുന്ന കൂടുതൽ എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളിലേക്ക് അറിയിക്കും. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ അറിയിപ്പുകൾ വരും. അപ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ പിന്നെ നമ്മുടെ ചാനൽ 18,000 സബ്സ്ക്രൈബ് എന്ന വലിയൊരു സംഖ്യയിലേക്ക് എത്താൻ പോവുകയാണ്. 18,000 സബ്സ്ക്രൈബ് എന്ന അപ്പം നമ്മൾ ഇപ്പം നിങ്ങൾ നോക്കുമ്പോൾ ചിലപ്പോൾ വലിയ സംഖ്യ ആയിരിക്കില്ല. പക്ഷേ എന്നെ സംബന്ധിച്ച് 18,000 എന്ന് പറയുന്നത് വലിയ സംഖ്യയാണ്. കാരണം കോവിഡ് കാലത്ത് ചുമ്മാ ഇരുന്നപ്പോൾ, ഇപ്പോൾ ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു കോവിഡ് കാലമായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ചുമ്മാ ഇരുന്നപ്പോൾ എന്ത് ചെയ്തതാണ്, ഒരു നേരം പോക്കിന് വേണ്ടി തുടങ്ങിയൊരു ചാനൽ മാത്രമാണ്. ഇത്രയും പോപ്പുലറായിട്ട് വർക്ക് ചെയ്യുമെന്നൊന്നും ഞാൻ വിചാരിച്ചല്ല. എന്നാലും അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ച് 18,000 എന്ന് പറയുന്നത് വലിയൊരു സംഖ്യയാണ്. എന്തായാലും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇനി എത്രയാണ് 71 പേരുടെയാണ്. 71 പേരും കൂടെ കുറവുണ്ട്. അപ്പോൾ പുതിയ വീഡിയോ കാണുന്നവരെ മൈ നെയിം ഈസ് ഫൗണ്ടർ ഓഫ് സ്ക്രീൻ ഫോർ ദ കരിയർ അക്കാഡമി. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.